ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഒരു സമയത്ത് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതുപോലെ തന്നെ എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ആൻഡ് വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ആൻഡ് വാട്ട് ദേ വോണ്ട് ടു ടെൽ യു. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെയും നിങ്ങളുടെയും ഈ റിലേഷൻഷിപ്പിൽ എന്തോ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയിരിക്കുന്നുണ്ട്. അവരെ നിങ്ങളോട് സോറി പറയുകയാണ് ഓരോ സമയത്തും. അതായത് അവരെ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കലും ജീവിതത്തിൽ ആവർത്തിക്കുകയില്ല എന്നൊക്കെയുള്ള ചിന്തകളിലാണ്. അവർക്ക് ആകെ ഒരു കൺഫ്യൂഷനായിട്ടുള്ളതാണ് കാണുന്നത്. അവർ എന്താണ് ചിന്തിക്കാതെ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ ഈ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിലായിട്ട് പോകുന്നുണ്ടാവാം. അതായത് അവർക്കിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. മുന്നോട്ട് ഇനി എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല. അത്തരത്തിലൊരു പ്രശ്നം ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ടുള്ള കുറേയധികം ഹാബിറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് തരത്തിൽ ബാധിച്ചിരിക്കുന്നു, പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണെ പലപ്പോഴും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്തതായിട്ടുള്ളത്. അവരുടെ ചില ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം. ചിലപ്പോൾ സ്മോക്കിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേയധികം ഹാബിറ്റ്സ് എന്തെങ്കിലും ചിലപ്പോൾ ഗെയിം അഡിക്ഷൻ ആയിരിക്കാം, മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. അങ്ങനെ എന്തോ ചില പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഈ വ്യക്തിക്കുണ്ട്. അത് നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സെപ്പറേഷനിലൊക്കെ ആയ വ്യക്തികൾ കാണുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അവർ ലൈഫിൽ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ആ ഒരു രീതിയിൽ നിന്നിട്ടുള്ളത്. അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പല പ്രാവശ്യം അവർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പലതും അസത്യങ്ങളായിരുന്നു എന്നുള്ളത് ഇവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങളെ അവർ എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഒരിക്കലും ഈ വ്യക്തി ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് പറയാൻ കഴിയില്ല. അവർക്ക് തന്നെ അവരോടൊരു വാല്യൂ, അൺവർത്തി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. എല്ലാ രീതിയിലും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു, അക്സെപ്റ്റ് ചെയ്തു, അഡ്മിറ്റ് ചെയ്തു. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റു പറയാനൊക്കെ നിങ്ങൾ ശ്രമിച്ച വ്യക്തിയാണ്. പക്ഷേ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യക്തി എല്ലാ രീതിയിലും ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് കാണുന്നത്. അത് അവർക്ക് തന്നെയാണ്, അവരിപ്പോൾ അങ്ങനെയാണ് എന്നുള്ളൊരു ഫീലിങ്സിലിരിക്കുന്നത്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അൺഫിനിഷ്ഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പുതിയ ചാപ്റ്റർ, എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ചാപ്റ്റർ ലൈഫിൽ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചിരിക്കുകയാണ്, ജീവിത പാഠങ്ങൾ അവർ പഠിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒരു സോൾ കോൺട്രാക്റ്റ് ആണെന്ന് അവർ വിശ്വസിക്കുന്നെന്നാണ് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവർ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചു, അതിലൊക്കെയും അവർക്ക് ഒരുപാട് കുറ്റബോധം ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. ഇനി എത്രത്തോളം ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു കണക്ഷൻ, നിങ്ങളുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും ആത്മബന്ധം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ചുകൂടി അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ അവരുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങളാണുള്ളത്. ഒരിക്കലും നിങ്ങളെ അവരെയും തമ്മിൽ ഒരു ഡിസ്റ്റൻസിനും ഒരു കാര്യത്തിനും വേർതിരിക്കാൻ കഴിയില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും അവരൊട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല. അവർക്കോ നിങ്ങൾക്കോ കൂടുതലായിട്ട് ഈഗോ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാനായിട്ട് മടിച്ചിട്ടുണ്ട്. അതൊക്കെയും തെറ്റായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഐ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതിൽ അവരൊട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് അവർ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് മിസ്സാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റ്സും അവർക്ക് അത്രയും പെർഫെക്റ്റ് ആണ്, വാല്യുബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഐ വാണ്ട് യു ടു ബി എ ബെറ്റർ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദെൻ അവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത്, അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഓൾറെഡി അവരുടെ ലൈഫിൽ തന്നെ ഉണ്ട്. അതിൽ അവർ നിങ്ങളോട് ഒരു പരിഗണന കാണിക്കാൻ കഴിയാതിരുന്നതിൽ അവരുടെ തെറ്റ് സമ്മതിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ടു മെനി ഡിഫറൻസസ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളും ആ പേഴ്സണുമായിട്ട് ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ റീകണക്ട് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. തകർന്നു പോയ എല്ലാ ബന്ധങ്ങളും ഒന്നുകൂടി ഒന്നിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പരസ്പരം തുറന്നു പറയുകയും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കും. മനുഷ്യരുടെ കാര്യത്തിൽ മനുഷ്യർക്കാണ് തെറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒരാൾ മറ്റൊരാളോട് ക്ഷമിക്കാനും അവർ തെറ്റുകൾ സ്വയം ഏറ്റു പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. കോംപ്രമൈസ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും തെറ്റുകൾ ചെയ്തൊരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അവർക്ക് അവരുടെ തെറ്റ് തിരുത്താനുള്ളൊരവസരം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.